ഞങ്ങൾ മഴ നനഞ്ഞപ്പോൾ ഞങ്ങൾ തലയ്ക്ക് മീതെ പിടിച്ച താക്കോലിൽ നിങ്ങൾ പോലീസ് ഉത്തരവ് കൊണ്ട് അത് പിടിച്ചു മാറ്റി. എന്നിട്ട് അദ്ദേഹത്തിന് വ്യക്തത വന്നില്ല. നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷെ സ്ത്രീകൾ അർദ്ധരാത്രിയിൽ താക്കോൽ നീക്കി മഴ നനയ്ക്കുവാൻ നിങ്ങളുടെ പോലീസിനെ വിട്ടെങ്കിൽ അത് ശരിയല്ലെന്ന് പറഞ്ഞേ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കണ്ട ആശാ വർക്കർമാരുടെ സമരം 256-ാം ദിവസം അത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ബാരിക്കേഡ് വെച്ച് പോലീസ് അവരുടെ സമരത്തെ തടയുകയുണ്ടായി. തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ സമരം കടുപ്പിക്കുക എന്ന തീരുമാനത്തിലാണ് അവരായിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള ഒരു പ്രതിഷേധം കടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമരം തന്നെയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അത് കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് ആശാവർക്കർമാർ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സഹന സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം ചർച്ചയ്ക്ക് പോകുമ്പോഴും നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട ആശമാരെ, നിങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു, നമ്മുടെ കഴുത്തിനെ ചേർത്ത് പിടിക്കുന്നു. ഇനി ചേർത്ത് പിടിക്കണ്ട, ഞങ്ങൾ ഈ തെരുവിൽ വന്നിരിക്കുന്നു. അമീബിക് മസ്തിഷ്കജ്വരം പിടിപെട്ട് സംസ്ഥാനത്ത് 100 ആളുകൾ മരിച്ചു കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന വെള്ളമാണെന്ന് ഞങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകർ കഴിയണം. ഇതെവിടുത്തെ വെള്ളം? എല്ലാവരും വീട്ടിലടച്ചു കിടന്നപ്പോ കോവിഡ് കാലത്ത് ഒരു കാക്കയും പറക്കാതിരുന്ന കാലത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ കാലത്ത് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയെ കണ്ടില്ലേ? സ്വപ്ന സുരേഷ് ചെറുപ്പ് മാത്രത്തിൽ സ്വർണ്ണ ബിരിയാണി കൊണ്ടുവന്നില്ല, കൊണ്ടുവന്നു. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു, ഞങ്ങളെ അകത്ത് കയറ്റുന്നില്ല. സ്വപ്ന സുരേഷ് തിരുവനന്തപുരത്തുള്ള പോയി, ആര് കൊണ്ടുപോയി? നമ്മുടെ മന്ത്രി മുഖ്യമന്ത്രി കൊണ്ടുപോയി. നമ്മളെ കാണാൻ സമയമില്ല. ഞാൻ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ വരൂ. തനി തങ്കത്തിൽ പതിനാശമാ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ വരണം, നിങ്ങൾ ഈ ആശമാരെ കാണണം. നിങ്ങൾക്ക് സ്വർണത്തിന്റെ കണക്കില്ലേ അറിയുന്നു? തങ്കത്തിന്റെ കണക്ക് ഞാനിവിടെ കാട്ടിത്തരാം. ഞങ്ങളെ പെരുമഴയത്തും പെരുമയിലത്തും ഇരുത്തി അശ്ലീലവും ആഭാസവും പറയുന്നു നിങ്ങളുടെ നേതാക്കന്മാർ. ഞങ്ങൾ മഴ നനഞ്ഞപ്പോൾ ഞങ്ങൾ തലയ്ക്ക് മീതെ പിടിച്ച താക്കോലിൽ നിങ്ങൾ പോലീസ് ഉത്തരവ് കൊണ്ട് അത് പിടിച്ചു മാറ്റി. എന്നിട്ട് അദ്ദേഹത്തിന് വ്യക്തത വന്നില്ല. നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷെ സ്ത്രീകൾ അർദ്ധരാത്രിയിൽ താക്കോൽ നീക്കി മഴ നനയ്ക്കുവാൻ നിങ്ങളുടെ പോലീസിനെ വിട്ടെങ്കിൽ അത് ശരിയല്ലെന്ന് പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞില്ല. മാത്രമോ നിങ്ങൾ ശ്രീമാൻ സുരേഷ് ഗോപി അവിടെ വന്ന് കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം വന്നിട്ട് സ്ത്രീകൾക്ക് കുടയും കോട്ടും തന്നു. എന്താ തൊഴിലാളി വർഗത്തിന്റെ നേതാവ് ചോദിച്ചത്? ചോദിച്ചു. ഈ കേരളമായി നടന്ന് ഈ ആളുകൾ ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നു സ്ത്രീകൾക്ക്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉമ്മ എന്നോട് ചോദിച്ചു. ഇനി ഞങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ഉമ്മ തന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. പക്ഷേ നിങ്ങളുടെ ഈ കേരളം പൊറുക്കില്ല. ആശമാർ വീടുകൾ ചെല്ലുമ്പോൾ ജനങ്ങൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ കാത്തിരിക്കുക, ആശമാരെ നിങ്ങൾ ശാന്തരായി കാത്തിരിക്കുക എന്ന് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് കാലം കണക്ക് ചോദിക്കാതെ പോകില്ല. പരുന്നെത്ര പറഞ്ഞാലും എത്ര ഉയരത്തിൽ മുട്ടമിട്ട് പറഞ്ഞാലും തീറ്റയെടുക്കാൻ താഴെ വരണം. തീറ്റ എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, നിങ്ങളൊക്കെ വരുന്ന ദിവസം അത് വിദൂരമല്ല. നിങ്ങൾ
പഞ്ചായത്തുകൾ നടത്തുന്നു വികസന സദസ്. എന്താ വികസനം? ഞങ്ങൾക്കറിയില്ല. നമ്മുടെ ഖജനാവിന് പണം ആർക്ക് കൊടുത്തു? ഇവിടുത്തെ അംഗൻവാടിക്കാർക്ക് കൊടുത്തോ? പാചക തൊഴിലാളികൾക്ക് കൊടുത്തോ? ടാക്സി ഡ്രൈവർമാർക്ക് കൊടുത്തോ? ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് കൊടുത്തോ? വ്യാപാരിക്ക് കൊടുത്തോ? ആർക്ക് കൊടുത്തു? സർക്കാർ ജീവനക്കാരുടെ ക്ഷേമത്തെ അവരുടെ ദിയെ കുറിച്ച് കൊടുത്തിട്ടില്ല. ഇവിടെ നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമപെൻഷൻ കൊടുത്തിട്ടില്ല. അവരുടെ ക്ഷേമനിധി കൊടുത്തിട്ടില്ല. നിങ്ങൾ ആർക്ക് കൊടുത്തു? ഈ ഖജനാവിനെ കായായി നിങ്ങൾ മറുപടി പറയണം. 53-ാം ദിവസം ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞു തൊഴിലാളികളുടെ കൂലി 233 രൂപ എന്ന് നിങ്ങൾ അടിയന്തരമായി 100 രൂപ കിട്ടു. പടിപടിയായി നമുക്ക് മിനിമം കൂലിയിൽ കൊണ്ടെത്തിക്കാൻ ആവശ്യപ്പെട്ടില്ലേ? ഞങ്ങൾ ചർച്ചയ്ക്ക് പോകുമ്പോൾ ചോദിക്കുന്നത് അത് ശരി, നിങ്ങൾക്ക് പിടിവാശിയാണോ? മാധ്യമങ്ങളോട് പറയുന്നു ആശമാർക്ക് പിടിവാശി. ഈ സമരത്തിന് മുന്നിൽ ഒരു ഫോറം വെക്കുവാൻ പ്രിയപ്പെട്ട ആശമാരെ, ഖജനാവ് പ്രതിസന്ധിയിലാണ്. ഞങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കുമ്പോൾ നിങ്ങൾക്ക് മിനിമം കൂലി തരും. ഇപ്പോൾ നിങ്ങൾ തൽക്കാലം നിങ്ങൾ 100 രൂപയെങ്കിലും കൊണ്ടുപോകുമെന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നില്ല? എന്തുകൊണ്ട് പറയുന്നില്ല? മറിച്ച് സ്വപ്ന സുരേഷ് ചോദിച്ചിരുന്നെങ്കിൽ കോടികൾ കൊടുത്തേന്. അദാനിക്ക് 1000 കോടി രൂപ ഈ ഖജനാവിൽ നിന്ന് കൊടുത്തു. 1000 കോടി രൂപ. ആരാണ് അദാനി? ഈ ലോകം മുഴുവൻ നടന്ന തൊഴിലാളികളെ ചൂഷണം ചെയ്ത് പോകും മുതൽ സ്വകാര്യമാക്കിക്കൊണ്ടിരിക്കുന്ന അദാനിക്ക് കൊടുക്കുന്നു 1000 കോടി. യൂസഫ് അലി കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. നമ്മുടെ എന്താ പേര്? ആശമാർക്കുള്ള പേരെന്താ? പേര് കോവിഡ് പോരാളികൾ. നിങ്ങൾ ഇപ്പോഴുള്ള പേരെന്താണ്? പാട്ടവരക്കികൾ. ഇനി നിങ്ങൾക്ക് നല്ലൊരു പേര് തരണമെങ്കിൽ കോവിഡോ നിപ്പയോ അതുപോലുള്ള വലിയ മഹാമാരി വരണം. അപ്പൊ നമ്മളെ പൊന്നെ നോക്കിയെന്ന് വിളിക്കാം. അപ്പോഴും പൈസ വരെ കേട്ടോ. കോവിഡ് സമയത്ത് നമ്മൾ സമരം ചെയ്തിട്ടുള്ളതുപോലെ മാസ്കിന് വേണ്ടി കീഴിൽ പോകുന്ന ആശമാർക്ക് മാസ്ക് ഇല്ല. നമ്മളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ കഴുകി ഉപയോഗിക്കും. ആശമാർ കഴുകി ഉപയോഗിക്കണം മാസ്ക്. കോവിഡ് അഴിമതി നടത്തിയില്ലേ കോവിഡിന്റെ പേര്? ആരെന്ന് ചോദിക്കാൻ? അപ്പോ ഇത് മുതലാളികളും തൊഴിലാളികളും നടത്തുന്ന ഒരു വർഗ സമരമാണ്. പണിയെടുക്കുന്ന തൊഴിലാളികൾ അവര് ജീവിക്കുവാൻ വേണ്ടി നടത്തുന്ന സമരം. ഈ സമരം പദ്ധതിയിലേക്ക് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾക്ക് ഈ പാവപ്പെട്ട സ്ത്രീകളെ മനസ്സിലാവില്ലേ? 2 ആശമാർ ഒരു ദിവസം സമരത്തിന് വരും, അടുത്ത ദിവസം ഭർത്താവിനെ കൊണ്ട് ഡയാലിസിസിന് പോകും. മാധ്യമ പ്രവർത്തകർക്കറിയാം, മന്ത്രിക്കറിയില്ല. എത്ര സംഭവങ്ങൾ, എത്ര ആശമാർ മരണപ്പെട്ടു. നിങ്ങൾ എന്ത് കൊടുത്തു? കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പാർലമെന്റ് സെഷനിൽ ശ്രീമാൻ NK പ്രേമചന്ദ്രൻ MP ആ രേഖകൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു ആശമാർക്ക് നിലവിൽ 20,000 രൂപ പിരിഞ്ഞു പോകുന്ന ആളുകൾക്കുണ്ടായിരുന്നു. ഈ കേരളത്തിലേക്ക് പോലും കഴിഞ്ഞ 6 വർഷമായി കൊടുത്തിട്ടില്ല. 2018 തീരുമാനിച്ചതാണ്. എത്ര ആശമാർ പിരിഞ്ഞുപോയി ഗതിയില്ലാതെ? എത്ര മരണപ്പെട്ടു? നിങ്ങൾ ആർക്ക് കൊടുത്തു? കൊടുത്തില്ല. നിങ്ങൾ ഇപ്പോഴും കൊടുത്തിട്ടില്ല. നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് പരിക്ക് പറ്റുന്ന ആശമാർക്ക് 2 ലക്ഷം രൂപ ചികിത്സാ സഹായം നിങ്ങൾ ആർക്ക് കൊടുത്തു? ഗുരുതര പരിക്കിന് 2 ലക്ഷം, ഭാഗികമായ പരിക്കിന് 1 ലക്ഷം രൂപയും കൊടുക്കുന്നുണ്ട്. ആർക്ക് കൊടുത്തു? മരണമടയുന്ന ആശയ്ക്ക് 2 ലക്ഷം രൂപ. ഞങ്ങൾക്കറിയാം കഴിഞ്ഞ 12 വർഷമായി 100 കണക്കിന് ആശമാർ മരിച്ചു പോയിട്ടുണ്ട് കേരളത്തിൽ. 10 പൈസയുടെ സഹായമില്ല. 5 ലക്ഷം രൂപ ആശയുടെ കുടുംബത്തിന് ചികിത്സാ ധനസഹായമുണ്ട്. അതിനുള്ള പദ്ധതിയുണ്ട്.